ഹലോ എവ്രിബഡി. ഈ ഒരു വീഡിയോയിൽ പല നേഴ്സസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പലരും പറയുന്ന കാര്യം, ഞാൻ BSc കഴിഞ്ഞു, MSc കഴിഞ്ഞു, അല്ലെങ്കിൽ ഹാഡ് കഴിഞ്ഞു, DHA കഴിഞ്ഞു, NCLEX RN കഴിഞ്ഞു, എനിക്ക് എന്തുകൊണ്ട് OETയിൽ B സ്കോർ കിട്ടുന്നില്ല? പലർക്കും ഒത്തിരി കോൺഫിഡൻസ് ആണ്, എനിക്ക് എന്തായാലും ഞാൻ DHA എക്സാം കഴിഞ്ഞതാണ്, ഹാഡ് കഴിഞ്ഞതാണ്, എനിക്ക് ഉറപ്പായിട്ടും OET കിട്ടും. എക്സാമിൽ ചെല്ലുമ്പോഴായിരിക്കും പലപ്പോഴും അറിയുന്നത് അവർക്ക് ആ B സ്കോർ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നഴ്സസിന് B സ്കോർ കിട്ടാത്തത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, OET ഒരിക്കലും ഒരു നഴ്സിംഗ് എക്സാം അല്ല. ഇത് ഒരു ടിപ്പിക്കൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ്. പിന്നെ എന്തുകൊണ്ടാണ് OET നഴ്സസിന് എളുപ്പമാവുന്നത്? നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, OET എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ലിസണിങ്ങിലാണേലും റീഡിങ്ങിലാണേലും റൈറ്റിങ്ങിലാണേലും സ്പീക്കിങ്ങിലും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് OET IELTSനേക്കാളും എളുപ്പമാവുന്നത്. ബട്ട് ഇറ്റ് നെവർ മീൻസ് നമുക്കൊരു പ്രാക്ടീസ് പോലും ഇല്ലാതെ ചിലപ്പോൾ OET ഒരു B സ്കോർ കിട്ടിയെന്ന് വരില്ല. നമുക്ക് നല്ലൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺട്രോൾ ഉണ്ടെങ്കിൽ കോച്ചിങ്ങിന് പോലും പോകാതെ പലരും B സ്കോർ കിട്ടുന്നവരുമാണ്. പലർക്കും ലൂസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പേപ്പർ എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. IELTS കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും റൈറ്റിംഗ് OETക്കകത്ത് ഒത്തിരി സിമ്പിളാണ്. ഒരു റെഫറൽ ലെറ്റർ മാത്രമാണ് എഴുതേണ്ടത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് എനിക്ക് B സ്കോർ കിട്ടുന്നില്ല? പലരുടെയും പ്രശ്നം അതാണ്. അങ്ങനെയുള്ളവരോട് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, യുവർ ഗ്രാമറിൻ്റെ ഒരു യൂസേജ്. പലരും ഗ്രാമർ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് ബൈ ഹാർട്ട് ചെയ്ത് പാസീവ് സെൻറ്റൻസസ് എഴുതാനായിട്ട് മാത്രമായിരിക്കും പഠിക്കുന്നത്. അതേപോലെ ലെറ്ററിനകത്ത് എല്ലായിടത്തും ഇതേപോലെ പാസീവ് സെൻറ്റൻസ് യൂസ് ചെയ്തതുകൊണ്ട് മാത്രം സ്കോർ ചെയ്യണം എന്നില്ല. റൈറ്റിംഗ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ക്വസ്റ്റ്യൻ തന്നെയാണ്. റിമെമ്പർ ടു റീഡ് ദ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് വൺസ് ഓർ ട്വൈസ്. പലർക്കും വരുന്ന തെറ്റതാണ്, ആർക്കാണ് എഴുതുന്നത് എന്ന് പോലും നോക്കാതെ ബൈ ഹാർട്ട് അടിച്ചത് എന്തേലും വച്ചെഴുതുക. റിമെമ്പർ ടു ചെക്ക് ഔട്ട് whom are you writing to or why are you writing? എന്തിനാണ് എഴുതുന്നത്? അതും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ആർക്കാണോ എഴുതുന്നത് എന്നുള്ളതുപോലെ തന്നെ എന്തിനാണ് എഴുതുന്നത് എന്ന് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു റൈറ്റിംഗ് ടാസ്ക്. അടുത്ത പ്രോബ്ലം, എവിടെയൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം എന്നറിയാത്തത്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എഴുതുമ്പോൾ, ഒരു റെക്കോർഡിൽ എഴുതുമ്പോൾ എവിടെ വേണേലും നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാം. അനാവശ്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് സ്കോറിംഗ് ആണ്. പലരും അത് മനസ്സിലാക്കുന്നില്ല. പ്രൊപ്പോസിഷൻസ് എവിടെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല. ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് ഇടുന്നില്ല. ഇതൊക്കെയാണ് ചെറിയ മിസ്റ്റേക്സ് ആണെങ്കിൽ പോലും വലിയ കാര്യങ്ങളാണ്. അപ്പം നമ്മളിതിനെ, ഈ ഒരു ടാസ്കിനെ ഒരു ഈസി ആറ്റിറ്റ്യൂഡ് മാറ്റി എ ഗുഡ് കൺസിസ്റ്റൻസി ഇൻ പ്രാക്ടീസ്, നല്ല ഒരു പ്രാക്ടീസോടുകൂടെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റൈറ്റിംഗ് സ്കോർ കിട്ടും. നെക്സ്റ്റ് വരുന്നത് സ്പീക്കിംഗ് ആണ്. സ്പീക്കിങ്ങിനും നമുക്ക് നേഴ്സസിന് സ്കോർ പോകാത്ത ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സ്പീക്കിംഗ്. അതിനകത്ത് നമുക്ക് റോൾ പ്ലേ മാത്രമേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവരും കോളേജ് ലൈഫിലാണെങ്കിൽ ഒരു റോൾ പ്ലേയെങ്കിലും ചെയ്യാത്തവരാരുമില്ല. അതിനകത്ത് പർട്ടിക്കുലർലി നമുക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് സ്പീക്കിങ്ങിൽ സ്കോർ പോകുന്നു? പലരും ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. വായിക്കാതെ തന്നെ സിറ്റുവേഷൻ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് റോൾ പ്ലേയിൽ പർട്ടിക്കുലർലി മനസ്സിലാവണം. ഫോർ എക്സാമ്പിൾ, ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ആണ് എന്ന് ചിന്തിച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ. അല്ലെങ്കിൽ ജനറൽ വാർഡിലാണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്തിട്ട് വേണം പറയാനായിട്ട്. പലരും ആ സിറ്റുവേഷൻ മനസ്സിൽ വയ്ക്കാതെ ടാസ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം
ശ്രദ്ധിച്ച് അതെങ്ങനെയെങ്കിലും പറഞ്ഞു തീർത്ത് സ്പീക്കിംഗ് എക്സാം ഫിനിഷ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടാണ്. പലപ്പോഴും ഇതൊരു ടെൻഷൻ കാരണമാണ് പ്രോപ്പർലി വായിക്കാത്തത്. സോ റിലാക്സ്. സ്പീക്കിംഗ് എക്സാമിന് മുമ്പായിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ തന്ന ടൈം പ്രോപ്പർലി യൂസ് ചെയ്ത് സ്പീക്കിങ്ങിന് തന്നിരിക്കുന്ന ടാസ്ക് പ്രോപ്പർലി വായിച്ച് എന്നിട്ട് സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത് എന്ന് മനസ്സിൽ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് മാത്രം തുടങ്ങുക. സ്പീക്കിംഗ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇപ്പം മാറ്റമുണ്ട്. വിച്ച് മീൻസ് നമുക്ക് പേഷ്യൻറ്റുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളത് അറിയാനും കൂടി ആയിട്ടാണ് സ്പീക്കിംഗ് ടെസ്റ്റ്. വിച്ച് മീൻസ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിസൺ ടു ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഉത്തരങ്ങളും പോകണം. പലരും ബൈ ഹാർട്ട് ചെയ്ത ആൻസേഴ്സ് പറയാനുള്ള ആ ഒരു സ്പീഡ് കാരണം അത് ശ്രദ്ധിക്കാറില്ല. സോ റിമെമ്പർ, റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി, ഏതാണ് സിറ്റുവേഷൻ എന്ന് നോക്കുക, ടാസ്കുകൾ പ്രോപ്പർലി ഒന്ന് ഓർഗനൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ഇസ് ദ റീഡിംഗ് മോഡ്യൂൾ. റീഡിംഗ് മോഡ്യൂളും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ റീഡിങ്ങിനാണ് പോകുന്നത്. റീഡിംഗ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുണ്ട്. ബട്ട് യെസ്, ചില സമയത്ത് ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാകാതെ വരുമ്പോഴേക്കും അവർക്ക് തോന്നുന്നത് എല്ലാ ഓപ്ഷൻസും ഏകദേശം ഒരേപോലെ ഉണ്ടെന്നാണ്. ഇതിന് നമുക്കൊരു ടൈം ലിമിറ്റ് വെച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീഡിംഗ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. റീഡിംഗ് പാർട്ട് എയിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒത്തിരി സിംപിളർ ആക്കിയതുകൊണ്ട് എളുപ്പമുണ്ട്. സോ റിമെമ്പർ, വായിക്കാനായിട്ടും അതിനുള്ള സ്ട്രാറ്റജീസും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റീഡിങ്ങിൽ സ്കോർ കിട്ടും. ലാസ്റ്റ് ഇസ് എ ലിസണിങ് ടാസ്ക്. ലിസണിങ് ടാസ്കിൽ നമുക്ക് പലർക്കും അങ്ങനെ അത്രയധികം ഒരു സ്കോർ പോകുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ പോലും ചിലവർക്കുണ്ട് ലിസണിങ്ങിന് സ്കോർ കിട്ടാതെ വരുന്നുണ്ട്. എന്തുകൊണ്ട് ലിസണിങ് ടാസ്കിൽ നമുക്ക് സ്കോർ കിട്ടുന്നില്ല? ലിസണിങ് ടാസ്ക് റിക്വയേഴ്സ് യു, നമുക്ക് അവിടുത്തെ ആ ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ വാക്കുകൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും ലിസണിങ്ങിന് സ്കോർ പോകാനുള്ള മെയിൻ റീസൺ. സോ ഹൗ ടു ഇംപ്രൂവ് ലിസണിങ് സ്കോർ? ലിസണിങ് സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ലിസണിങ് പ്രാക്ടീസസ്. വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ മൊബൈലിലും എല്ലാം അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സിൻ്റെ പല ഹെൽത്ത് ടോക്സ് അല്ലെങ്കിൽ റേഡിയോസിൽ OETയിലെ വെബ്സൈറ്റിൽ തന്നെ ചില സാമ്പിൾസ് അവൈലബിൾ ഉണ്ട്. നമുക്ക് ആ സാമ്പിൾസ് കണ്ടിന്യൂസ്ലി കേട്ട് നമ്മൾ യൂഷ്വലി പറയുക, യു ഷുഡ് ഗെറ്റ് അക്കസ്റ്റംഡ് ടു ദ ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് ഏത് വാക്കാണ് എന്ന് മനസ്സിലാക്കാൻ കണ്ടിന്യൂസ്ലി ഒരു ഇംഗ്ലീഷ് മൂവി ഒന്നും കാണാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ വീട്ടിലാണെങ്കിലും ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യു വിൽ ബി ഏബിൾ ടു സ്കോർ ബെറ്റർ ഇൻ ലിസണിങ്. ലിസണിങ്ങിനാണെങ്കിലും റീഡിങ് ദ ക്വസ്റ്റ്യൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്കൊരു പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. സോ യു റിക്വയർ ഒരു നല്ലൊരു കണ്ടിന്യൂസ് പ്രാക്ടീസ് ആൻഡ് ലിസണിങ് ടു ഇൻ്റർനാഷണൽ സ്പീക്കേഴ്സ്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലിസണിങ്ങിലും സ്കോർ കിട്ടും. സോ ഓവറോൾ OET നഴ്സസിന് ഒത്തിരി എളുപ്പമുള്ള കാര്യമാണ്. കുറച്ച് ഒന്ന് ഇൻട്രസ്റ്റ് കാണിച്ച് അതിന് കുറച്ച് ഡെഡിക്കേഷൻ ആൻഡ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്താൽ, പ്രാക്ടീസിലൊക്കെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും B സ്കോർ കിട്ടും. അല്ലാതെ ഒരു ഈസി ആറ്റിറ്റ്യൂഡോ ഓവർ കോൺഫിഡൻസോടുകൂടെ ഒരിക്കലും OETനെ ഫേസ് ചെയ്യാൻ ശ്രമിക്കരുത്. So if you have any further doubts, you can always contact MedCity International Academy. Thank you.